ഹാപ്പി ഓണം ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് രാവിലെ അമ്പലത്തിൽ പോകണം. സോ കുളിക്കണം, റെഡി ആവണം. ഇവിടെ ഭയങ്കര മഴയാണ്. അതുകൊണ്ട് അമ്പലത്തിൽ പോകുമ്പം ഞാൻ എൻ്റെ ചുരിദാറുണ്ട്, എനിക്കൊരു ചുരിദാറുണ്ട്. അപ്പോൾ ചുരിദാറിടും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി എൻ്റെ നോർമൽ ഓണം ഔട്ട്ഫിറ്റ് ഇടും. അപ്പോൾ ഇതെൻ്റെ ഫുൾ ഡേയും ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കാണിക്കാൻ പോകുന്നത്. അത്രേ ഉള്ളൂ ഗൈസ്, ഇപ്പം അത്രേ ഉള്ളൂ. ബൈ ദ വേ, ഇതാണ് എൻ്റെ ചുരിദാറും അതിൻ്റെ കൂടെയുള്ള പാൻറ്റും. അത് പറയാൻ മറന്നുപോയി. ഇത് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി എല്ലാം സെറ്റാക്കാം. A few moments later. Guys, so this is my outfit. ഇതാണ് എൻ്റെ ചുരിദാറും പാൻറ്റും. ഐ എം ഷുവർ മോസ്റ്റ് പീപ്പിൾ know this because if you guys are following on my Instagram, I'm sure you guys have seen this. Guys, ഇതെനിക്ക് എൻ്റെ അമ്മ തയ്ച്ചെന്നാണ്. സോ പ്രത്യേകിച്ച് പറഞ്ഞല്ലോ, പെർഫെക്റ്റ് ഫിറ്റ്. ഇനി ഞാൻ പോയി ഫേസ് റെഡിയായി ജ്വല്ലറി ഒക്കെ ഇട്ട് ഹെയറും ചെയ്തിട്ട് വരാം. 1 hour later. ഗൈസ്, ഞാൻ റെഡിയായി. ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് റെഡിയായി വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ ഒന്നൂടെ വീട്ടിൽ ചെന്നിട്ട് എന്തായാലും എൻ്റെ ഔട്ട്ഫിറ്റ് എല്ലാം എടുത്തേക്കാം. അപ്പം ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി ഞങ്ങൾ പായസം വെക്കണം, കുറേ പരിപാടിയുണ്ട്. അതൊക്കെ കാണിക്കാം. ഗൈസ്, ഇതാണ് കേട്ടോ ഞങ്ങളുടെ അമ്പലം, ഞങ്ങളുടെ ഗണപതി അമ്പലം. ഞങ്ങൾ കൊടുത്ത ഉടയാടയൊക്കെ ഇട്ടിരിക്കുന്ന എല്ലാവരും. ഗൈസ്, സോ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ഔട്ട്ഫിറ്റ് ഇതല്ല, ഇത് ഓണത്തിന് ഇട്ടുകൊണ്ട് പോകുന്നത് ഇതാട്ടോ. ഔട്ട്ഫിറ്റ് ഞാൻ ഇടാൻ പോകുന്നേ ഉള്ളൂ. സോ ഇതെങ്ങനെ കൊള്ളാവോ? സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കഥ എന്തെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ സ്കൂളിലെ ഓണം സെലിബ്രേഷൻ എൻ്റെ കൂട്ടുകാരി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവൾ പറഞ്ഞു എടി ഞാൻ ചുരിദാർ ഇടുന്നത്, നീ കൂടെ ചുരിദാർ ഇടാമെന്ന് ചോദിച്ചാൽ പറഞ്ഞു. എനിക്ക് ആദ്യമേ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, ഓണം അല്ലേ പട്ടോടെ ബ്ലൗസ് ഇടാതെ ഓർത്ത്. പിന്നെ അവളയച്ച മോഡലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഞാൻ എൻ്റെ അമ്മേനെ കൊണ്ട് ലാസ്റ്റ് മിനിറ്റ് തയ്പ്പിച്ച വന്നപ്പോഴോ അവള് പട്ടോടെ ബ്ലൗസ് ഇട്ടുള്ളൂ, ഞാൻ മാത്രം ചുരിദാർ. പക്ഷെ ഞാൻ വെറൈറ്റി ആയിരുന്നു കേട്ടോ. അത് വേറെ കാര്യം, എനിക്ക് ഇഷ്ടപ്പെടും, എനിക്ക് ഭയങ്കരമായിട്ട് ചേരുന്നുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. 2 hours later. ഗൈസ്, ഇതാണ് എൻ്റെ ഓണം ഔട്ട്ഫിറ്റ്. ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഞാൻ ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു, വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യായിരുന്നു. ഭയങ്കര ഞാൻ നേരത്തെ ചുരിദാറില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറേ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ റീലൊക്കെ ചെയ്യായിരുന്നു. സോ ദിസ് ഈസ് മൈ ഓണം ഔട്ട്ഫിറ്റ്. ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഡ്രസ്സ് മാറണം. പായസം വെച്ചോന്നൊരു ഡൗട്ട്. 1 second. കറക്റ്റ് ടൈമിന് ഞങ്ങൾ ഒന്ന് അമ്മച്ചി വെച്ചോണ്ടിരിക്കുക. നമുക്ക് നോക്കാവേ. ഓ, പാൽപ്പായസം അല്ലക്കി. ഹായ് ഹലോ പറഞ്ഞേ. ഹായ് ഹലോ. ഗൈസ്, ഇതാണ് ഗൈസ് എൻ്റെ മുത്തശ്ശി. അപ്പം അമ്മച്ചി അവിടെ പായസം വെച്ചോണ്ടിരിക്കുന്നു. ഇനി ഞാൻ ഡ്രസ്സ് മാറി, ഡ്രസ്സൊക്കെ മാറി അവരിതുകൊണ്ട് അവിടെ സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുക. നമുക്ക് പോയി നോക്കാം. അതുകൊണ്ട് ഗൈസ്, എല്ലാവരും സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുക. വിളമ്പി ഞങ്ങളിനി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാം പറയാം. ഇനി ഫുഡ് കഴിക്കണം. പായസം, എൻ്റെ മുത്തശ്ശിയുടെ പായസം എന്ത് ടേസ്റ്റാന്ന് പറയാം, അമ്മച്ചിയുടെ പായസം, അതൊക്കെ പറയാൻ വരാം. 6 hours later. ഗൈസ്, ഇവിടെ കുറേ സംഭവം നടന്നായിരുന്നു. ഞാൻ കിടന്നുറങ്ങിപ്പോയി. ഇപ്പം രാത്രിയായി, ഇപ്പോഴാണ് എണീറ്റത്. സോ എനിക്ക് ഇടയ്ക്ക് സംഭവം ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഫുഡ് കഴിച്ച നേരെ ഞാൻ കിടന്നുറങ്ങിപ്പോയി. സോ ഇത്ര ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ. ഇനി ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഐഡിയ ചെയ്തിട്ട് പിന്നെ വരാം. സോറി ഗൈസ്, എനിക്ക് പായസമൊക്കെ കുടിച്ചിട്ട് ക്ഷീണമായിട്ട് കിടന്നുറങ്ങിപ്പോയി. സോ ബൈ ബൈ.